നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. എന്നെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാകില്ല എന്ന് പറയുന്നത് പോലെയാണ് ചില കരാറുകാരുടെ സ്വഭാവം. ഇനിയിപ്പോ ആ സ്വഭാവം മാറിയില്ലെങ്കിൽ മാറ്റാൻ ഇടപെടേണ്ടത് ആരാണ്? അധികാരത്തിന്റെ വിലയുള്ളവർ. പറഞ്ഞിട്ടും ശാസിച്ചിട്ടും നേരെയാകുന്നില്ലെങ്കിലോ? ചൊല്ലിക്കൂടെ തല്ലിക്കൂടെ തള്ളിക്കള എന്നാണല്ലോ. പക്ഷേ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? അവസാനം ഹൈക്കോടതി തന്നെ ഇടപെട്ടു. ഇനി എന്താകുമെന്ന് കണ്ടറിയാം. തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. ശബരിമല സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് പണി പൂർത്തീകരിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. പ്രവൃത്തിയുടെ പുരോഗതി റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും ചീഫ് എഞ്ചിനീയർക്കും ജസ്റ്റിസ് വി.ജി. അരുൺ നിർദ്ദേശം നൽകി. ഒക്ടോബർ 9-ന് കേസ് പരിഗണിക്കും. പൊതുപ്രവർത്തകനായ ഷാജി കോടങ്കണ്ടത്ത് നൽകിയ ഹർജി പരിഗണിച്ചാണ് നിർദ്ദേശം. നവീകരണത്തിന് തുക അനുവദിച്ചിട്ടും വൈകുന്ന പശ്ചാത്തലത്തിൽ അറ്റകുറ്റപ്പണിക്കായി സർക്കാർ പണം അനുവദിച്ചിരുന്നു. എന്നാൽ അറ്റകുറ്റപ്പണികളും യഥാവിധി നടക്കാത്ത സ്ഥിതിയാണുള്ളത്. നവീകരണ പ്രവർത്തനങ്ങളുടെ ടെൻഡർ ഒക്ടോബർ 4-നാണ് തുറക്കുന്നത്. 166.89 കോടി രൂപയ്ക്കാണ് റീടെൻഡർ ചെയ്തിരിക്കുന്നത്. പണി 2021 ഏറ്റെടുത്ത കരാർ കമ്പനി 2023 ഡിസംബറിലാണ് റോഡ് പണി പൂർത്തിയാക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇതുവരെ റോഡ് പണിയുടെ 19% മാത്രമാണ് പൂർത്തിയാക്കാനായത്. സീസൺ ആരംഭിച്ചാൽ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഗുരുവായൂർ ദർശനം നടത്തി ഇതുവഴിയാണ് ശബരിമലയിലേക്ക് കടന്നുപോകുക. ഈ സാഹചര്യത്തിലാണ് ശബരിമല സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. 24 മണിക്കൂറും വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡ്. ഇനിയിപ്പോ ശബരിമല സീസൺ ആകുന്നതോടുകൂടി തിരക്ക് ഇരട്ടിയാകും. അതിനിടയിൽ റോഡിന്റെ ശോചനീയാവസ്ഥ കൂടിയാകുമ്പോൾ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ട് ആലോചിക്കാവുന്നതേയുള്ളൂ. കുണ്ടും കുഴിയുമായുള്ള റോഡിൽ അപകട ഭീഷണിയും വർദ്ധിക്കും. ഇതെല്ലാം അറിഞ്ഞിട്ടും ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിറവേറ്റാൻ വർഷങ്ങൾ പിന്നിട്ടിട്ടും കരാറുകാരന് കഴിഞ്ഞിട്ടില്ല. കോടതി ഇടപെട്ടാലെങ്കിലും ശരിയാകുമെന്നാണ് ഒടുവിൽ യാത്രികരുടെയും പ്രതീക്ഷ. ദിനംപ്രതി സ്വർണത്തിന് വില കയറുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു തരി സ്വർണം കിട്ടിയാൽ അത്യാവശ്യ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന സ്ഥിതിയായതിനാൽ മോഷ്ടാക്കളുടെ ശല്യവും വർദ്ധിച്ചു. വീടുകളിൽ മാത്രമല്ല, പുറത്തിറങ്ങിയാലും മോഷ്ടാക്കളെ ഭയക്കേണ്ട സ്ഥിതിയായി. ആളുകൾ കൂടുന്നിടത്ത് പോലും ഒരു ഭയവുമില്ലാതെയാണ് മോഷ്ടാക്കൾ കവർച്ച നടത്തുന്നത്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും 2 സ്ത്രീകളുടെ മാല കവർന്നു. മോഷ്ടാവിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ റെയിൽവേ ജീവനക്കാരന് പരിക്കേറ്റു. ആറന്മുള സ്വദേശി രേഖ നായർ, കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ലക്ഷ്മി എന്നിവരുടെ മാലകളാണ് കവർന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. 3-ാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ നടന്നുവരികയായിരുന്ന ലക്ഷ്മിയുടെ 2 പവന്റെ മാലയാണ് കവർന്നത്. മാല പൊട്ടിച്ചോടുന്നതിനിടെ റെയിൽവേ ജീവനക്കാരൻ പിന്തുടർന്ന് മോഷ്ടാവിനെ പിടികൂടിയെങ്കിലും തള്ളിയിട്ട് രക്ഷപ്പെട്ടു. ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ എതിരെ നടന്നുവരികയായിരുന്ന രേഖ നായരുടെ 4 പവന്റെ മാലയും കവർന്നു. ട്രെയിൻ വരുന്ന സമയമായതിനാൽ ഇരുവരും പരാതി നൽകാതെ യാത്രയായത്. പിന്നീട് നാട്ടിലെത്തിയ ശേഷം പോലീസിൽ പരാതി നൽകി. പുലർച്ചെ 3:30-യോടെ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ആൾതാമസം ഇല്ലാതിരുന്ന വീട്ടിലും മോഷണശ്രമം നടന്നു. ഗുരുവായൂർ ദേവസ്വം റിട്ടയേർഡ് ജീവനക്കാരൻ പുത്തൻവീട്ടിൽ സച്ചിദാനന്ദന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. ഓടുപൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. സച്ചിദാനന്ദനും കുടുംബവും 2 ദിവസം മുമ്പ് വീടടച്ച് ചാലക്കുടിയിലുള്ള മകളുടെ വീട്ടിലേക്ക് പോയതായിരുന്നു. അടച്ചിട്ട വീട്ടിൽ നിന്നും ലൈറ്റ് കണ്ട് അയൽവാസികൾ നോക്കിയപ്പോഴേക്കും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്നാണ് സംശയം. മേഖലയിൽ കഴിഞ്ഞ ദിവസവും സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ സജീവമായതോടെ മോഷണങ്ങളും വർദ്ധിക്കുകയാണ്. സ്വർണവും പണവും നഷ്ടപ്പെടുക മാത്രമല്ല, മോഷണ ശ്രമത്തിനിടയിൽ ആക്രമണം കൊണ്ട് പരിക്കേൽക്കുന്നത് വേറെയും. പൊതു ഇടങ്ങളിൽ പോലും സ്വൈര്യവിഹാരമില്ലാതാകുന്ന സ്ഥിതി മാറേണ്ടിയിരിക്കുന്നു. പോലീസിന്റെ കാര്യക്ഷമമായ ഇടപെടലുകളാണ് ഇവിടെ അനിവാര്യം. കലാമേളകൾ സ്കൂളിൽ സജീവമായി നടക്കുകയാണ്. കലോത്സവത്തിൽ കുട്ടികളുടെ കഴിവ് പ്രകടിപ്പിക്കാനും അതോടൊപ്പം മികച്ചവരെ കണ്ടെത്തുകയും ചെയ്യും. പക്ഷേ കലയിൽ കള്ളത്തരം കാണിക്കരുത്. പങ്കെടുക്കുന്ന കുട്ടികളെല്ലാം തന്നെ പരമാവധി പരിശീലിച്ച് പ്രകടനം കാഴ്ചവെക്കുമ്പോൾ അതിലും മായം ചേർക്കുന്നതാവരുത് യഥാർത്ഥ കല. ചാവക്കാട് ഉപജില്ല ഗണിത ക്വിസ് മത്സരത്തിൽ ക്രമക്കേട് നടന്നതായി ആക്ഷേപം. പഞ്ചായത്ത് അംഗം പരാതി നൽകി. ഗണിത ക്വിസ് മത്സരത്തിൽ അപാകത നടന്നതായാണ് പരാതി ഉയർന്നത്.
ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരത്തിൽ മന്ദലാംകുന്ന് GFUP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് മാനസിക പീഡനം നേരിട്ടതായി ചൂണ്ടിക്കാട്ടി ഇൻവിജിലേറ്റർമാർ നടത്തിയ ക്രമക്കേടിലും പക്ഷപാതപരവും വിദ്യാർത്ഥി വിരുദ്ധവുമായ നടപടിയിലും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പുന്നൂർ പഞ്ചായത്ത് അംഗം അസീസ് മന്ദലാംകുന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും അധികൃതർക്കും പരാതി നൽകി. ചാവക്കാട് ഉപജില്ലാ ഗണിത ക്വിസ് മത്സരത്തിൽ LP വിഭാഗത്തിൽ മന്ദലാംകുന്ന് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ വിദ്യാർത്ഥിക്കാണ് 1ാം സ്ഥാനം ലഭിച്ചത്. UP വിഭാഗത്തിൽ മത്സരം സമാപിച്ചപ്പോൾ അതേ വിദ്യാലയത്തിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് 10 മാർക്കും മറ്റൊരു കുട്ടിക്ക് 8 മാർക്ക്, 3ാം സ്ഥാനത്തിന് 5 മാർക്ക് എന്നീ രീതിയിൽ സ്കോർ ബോർഡിൽ കുട്ടികളുടെ നമ്പറുകൾക്ക് നേരെ പൊസിഷൻ രേഖപ്പെടുത്തുകയും മത്സരം അവസാനിപ്പിച്ചതായി കരുതിയ സമയത്ത് തികച്ചും അപ്രതീക്ഷിതമായി 3ാം സ്ഥാനത്തിന് 2 അവകാശികൾ വന്നതോടെ പോയിന്റ് നിലയിൽ മുന്നിലെത്തിയ 5 കുട്ടികളെ വെച്ച് വീണ്ടും മത്സരം നടത്തുകയായിരുന്നുവെന്ന് പറയുന്നു. 1ാം സ്ഥാനത്തെത്തിയ കുട്ടി തട്ടത്തിന്റെ മറവിൽ നിയമലംഘനം നടത്തിയെന്നാണ് എസ്കോട്ട് അധ്യാപികയ്ക്ക് ലഭിച്ച വിശദീകരണമെന്ന് പഞ്ചായത്ത് അംഗത്തിന്റെ പരാതിയിൽ പറയുന്നു. ഇത് ചൂണ്ടിക്കാട്ടി കുട്ടിയെ അകാരണമായി ചോദ്യം ചെയ്ത് മാനസികമായി തളർത്തിയെന്നാണ് ആക്ഷേപം. ഇതോടെ ആദ്യം 1ാമതെത്തിയ കുട്ടിക്ക് പിന്നീട് നടത്തിയ മത്സരത്തിൽ 1 മാർക്ക് പോലും നേടാനാകാതെ വന്നു. ചാവക്കാട് ഉപജില്ലയിൽ സ്ഥിരമായി മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന കോക്കസ് പ്രവർത്തിക്കുന്നുവെന്നും പരാതിയുണ്ട്. സയൻസ് ക്വിസ് മത്സരത്തിൽ UP വിഭാഗത്തിൽ പങ്കെടുത്ത് 11 സ്കോർ നേടി ഏറ്റവും മുന്നിലെത്തിയ മറ്റൊരു കുട്ടിയെ ഓരോ അക്ഷരത്തെറ്റിനും 1/2 മാർക്ക് കുറച്ച് 6.5 മാർക്കിലെത്തിച്ച് 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയ വിചിത്രമായ വിധിക്കും വ്യാഴാഴ്ച ഉപജില്ലാ മത്സരവേദി സാക്ഷിയായതായും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. കഴിഞ്ഞ വർഷം LSS പരീക്ഷയിൽ 63 മാർക്ക് നേടി വിജയിച്ച മന്ദലാംകുന്ന് GFUP സ്കൂളിലെ വിദ്യാർത്ഥിനിക്കുണ്ടായ ഈ ദുരനുഭവത്തിന് കാരണക്കാരായവർക്കെതിരെ അന്വേഷണം നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പുന്നൂർ പഞ്ചായത്ത് അംഗം അസീസ് മന്ദലാംകുന്ന് പരാതി നൽകിയത്. മന്ത്രിക്ക് പുറമെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട്. മാർക്ക് ലഭിച്ച മന്ദലാംകുന്ന് സ്കൂളിലെ വിദ്യാർത്ഥിയെ നിരന്തരം ഹറാസ്മെന്റ് ചെയ്യുകയും ആ കുട്ടി സമയം കഴിഞ്ഞും ആൻസർ എഴുതിയതിൻ്റെ ഭാഗമായിട്ടാണ് ആ കുട്ടിക്ക് 10 മാർക്ക് ലഭിച്ചത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയുണ്ടായി. ക്വിസ് മാസ്റ്റർ പറഞ്ഞത് ആ കുട്ടി തട്ടത്തിൻ്റെ മറയത്ത് കോപ്പി അടിക്കുന്ന ഒരു രീതി ഉണ്ടായി എന്നാണ്. ഇത്തരത്തിലുള്ള വല്ല രീതിയും ഉണ്ടെങ്കിൽ അത് ഒന്നുകിൽ ആ സമയത്ത് തന്നെ വാൺ ചെയ്യുകയോ അതല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. മത്സരം അവസാനിച്ച് സ്കോർ ബോർഡിൽ രേഖപ്പെടുത്തിയതിന് ശേഷം ഇത്തരത്തിൽ ഒരു സമീപനം എടുക്കുന്നത് അത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല, ഞാൻ അറിഞ്ഞത് 60 കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ 60 കുട്ടികളെയും ഒരൊറ്റ ക്ലാസ് റൂമിൽ കുത്തിത്തിരിക്കൊണ്ടാണ് മത്സരം നടത്തിയത്. മത്സരം നടത്താവുന്നതിനുള്ള ഒരു സജ്ജീകരണങ്ങൾ അവിടെ നടത്തിയിരുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് 8 മാർക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥി പഠിക്കുന്ന വൈലത്തൂർ സെൻറ് ജോസഫ് UP സ്കൂളിലെ അധ്യാപകനാണ് ക്വിസ് മാസ്റ്ററായിട്ട് വന്നത് എന്നുള്ളതാണ്. മാർഗരേഖ പ്രകാരം അതത് സബ് ജില്ലയിലെ അധ്യാപകർ ഒരു കാരണവശാലും ക്വിസ് മാസ്റ്ററായിട്ടോ ഇൻവിജിലേറ്റേഴ്സായിട്ടോ വരാൻ പാടില്ല എന്നുള്ളതാണ്. അതിനെതിരെ ശക്തമായി അപലപിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കലയെ കലയായി തന്നെ കാണണം. വ്യക്തി താല്പര്യങ്ങൾ ഒരിക്കലും ഇവിടെ വലിച്ചിഴക്കപ്പെടരുത്. ഇനിയിപ്പോ അങ്ങനെയുണ്ടെങ്കിലും അത് കാണിക്കേണ്ടത് കുട്ടികൾക്കിടയിലല്ല. പരാതിയിൽ വാസ്തവം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. നടപടി ഉണ്ടാകുകയും വേണം. കലോത്സവങ്ങളിലെ ഇത്തരത്തിലുള്ള ആക്ഷേപം വർദ്ധിച്ചു വരികയാണ്. കൃത്യമായ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. അനധികൃതമായുള്ള മണ്ണെടുപ്പ് വരുത്തിവെക്കുന്ന ആഘാതങ്ങൾ എന്താണെന്ന് നല്ലപോലെ മനസ്സിലാക്കിയവരാണ് മലയാളികൾ. ഇന്നും തീരാ ദുരിതമായി ജീവിതങ്ങൾ പഠിപ്പിച്ച പാഠമുണ്ട് നമുക്ക് മുന്നിൽ. എന്നിട്ടും ഇതൊന്നും മനസ്സിലാക്കാതെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിന്റെ പരിണിതഫലം അനുഭവിക്കേണ്ടി വരുന്നതും ആരാണെന്ന് ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. പണം മാത്രം ലക്ഷ്യം വെക്കുമ്പോൾ ഇല്ലാതാകുന്നത് ജീവനും ജീവിതങ്ങളുമാണ്. അത് മറക്കരുത്. സംസ്ഥാനത്തെ കുത്തനെയുള്ള കുന്നിൻ ചെരുവുകൾ നികത്തിയുള്ള മണ്ണെടുപ്പും പാറഖനനവും നിർത്തിവെക്കാനുള്ള ഹൈക്കോടതി വിധി മറികടന്ന് മുല്ലപ്പള്ളിക്കുന്നത്തെത്തിയ വാഹനം സംരക്ഷണ സമിതി അംഗങ്ങൾ തടഞ്ഞു. ഡ്രൈവർക്കും ടോറസ് ലോറി ഉടമയ്ക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുല്ലപ്പള്ളിക്കുന്ന് സംരക്ഷണ സമിതി കൺവീനർ BS നസ്രുദ്ദീന്റെ നേതൃത്വത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. മണ്ണെടുക്കാനെന്ന പേരിൽ മുല്ലപ്പള്ളിക്കുന്നിലെ വീതി കുറഞ്ഞ ഇടവഴിയിലേക്ക് 35 ടൺ ഭാരം വഹിക്കുന്ന ടോറസ് അമിത വേഗതയിൽ എത്തിയതിനെ തുടർന്ന് സമീപത്തുള്ള
കേബിൾ സർവീസ് വയറുകൾക്ക് കേടുപാടുകളും സംഭവിച്ചിരുന്നു. 8 മീറ്ററിന് താഴെ വീതിയുള്ള റോഡിലൂടെ 10 ടണ്ണിന് മുകളിലുള്ള ഭാരവാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചതായി 2015 കേരള സർക്കാർ ഉത്തരവുള്ളപ്പോഴാണ് 35 ടൺ ഭാരം വഹിക്കുന്ന വാഹനവുമായി 6 മീറ്റർ മാത്രം വീതിയുള്ള മൺപാതയിലൂടെ അതിക്രമിച്ചു കയറിയത്. ഇതിനെതിരായിട്ടായിരുന്നു വാർഡംഗം നിഷ അരേഗത്ത് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത്. മണ്ണെടുക്കുന്ന 20ഓളം ഏക്കർ ഭൂമി കുന്നിൻ ചെരിവ് പ്രദേശമായതിനാൽ മേഖലയിൽ നിന്നും മണ്ണെടുക്കുന്നതിനായി പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയോ ശാസ്ത്രീയ പഠനമോ നടത്തിയിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. മേഖലയിൽ നിന്നും മണ്ണെടുത്താൽ കുന്നിൻ മുകളിലെ ചെറിയ പാറകളുടെ സ്ഥാനം തെറ്റുന്നതും ആവാസ വ്യവസ്ഥയ്ക്ക് വ്യതിയാനം സംഭവിക്കുകയും ചെയ്യാം. പ്രദേശത്ത് തിങ്ങി താമസിക്കുന്ന 150ഓളം കുടുംബങ്ങൾക്ക് ദുരിതമാവുകയും ചെയ്യും. മുല്ലപ്പള്ളിക്കുന്ന് സംരക്ഷിക്കുവാൻ ദിനംപ്രതി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും കുന്ന് സംരക്ഷണ സമിതികളും സമരങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട്. ശക്തമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം ആൽത്തറയിൽ ചേർന്ന 12-13 വാർഡുകളുടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ജനജാഗ്രതാ സമിതി തീരുമാനിച്ചിരുന്നു. പഞ്ചായത്ത് മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ വരും ദിവസങ്ങളിൽ നടത്തുമെന്ന് കോൺഗ്രസ് മണ്ഡലം നേതൃത്വവും അറിയിച്ചു. അനധികൃതമായവ തടയിടേണ്ടത് പൊതുജനത്തിന്റെ അവകാശം കൂടിയാണ്. മണ്ണെടുപ്പിന് പാലിക്കേണ്ട നിയമങ്ങളും നിബന്ധനകളുമുണ്ട്. പൊതുജീവിതത്തിന് ദോഷകരമാകുന്ന സാഹചര്യമാണെങ്കിൽ അതിന് അനുമതി കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇനിയിപ്പോ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഭാവമെങ്കിൽ അതൊന്നും പൊതുജനത്തിനടുത്ത് വില പോവില്ല. സ്വന്തം ജീവന് വേണ്ടി പ്രതിഷേധിക്കേണ്ടടുത്ത് പ്രതിഷേധിച്ചല്ലേ പറ്റൂ. യാത്രികർക്ക് ദിനംപ്രതിയുള്ള സാധാരണ യാത്രകൾക്കിടയിൽ ഒന്ന് വിശ്രമിക്കണോ, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനോ സൗകര്യം അനിവാര്യമാണ്. അതിനായി കൊണ്ടുവന്ന പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി. അപ്പോഴത് പൊതുജനത്തിന് ഉപകാരപ്രദമാവുകയും വേണം. വെറുതെ ഒരു പദ്ധതിയുടെ പേര് പറഞ്ഞ് നിർമ്മിച്ചിട്ട് പ്രാവർത്തികമായില്ലെങ്കിൽ ഇതുകൊണ്ട് ആർക്ക് എന്ത് ഉപകാരമാണ് ഉണ്ടാകുന്നത്? പേരിന് വേണ്ടി മാത്രമാകരുത് ഒരു പദ്ധതി. ചാലിശ്ശേരി പഞ്ചായത്ത് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ച ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റ് കോംപ്ലക്സ് നോക്കുകുത്തിയാകുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് 14 മാസം പിന്നിട്ടിട്ടും പൊതുജനത്തിനായി തുറന്നു നൽകാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. 2020-21 വാർഷിക പദ്ധതിയിലെ നിർമ്മൽ പുരസ്കാര ഫണ്ട് വിനിയോഗിച്ച് പണികഴിച്ച ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റ് കെട്ടിടത്തിനാണ് ഈ ശനിദശ. കെട്ടിട നിർമ്മാണം പൂർത്തിയായ ശേഷവും ഉദ്ഘാടനത്തിനായി ഏകദേശം 1 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വഴിയിടം വിശ്രമ കേന്ദ്രം 2023 ജൂലൈ 30 പൊന്നാനി MP ET മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തത്. പഞ്ചായത്ത് കോമ്പൗണ്ടിൽ ഹോമിയോ, ആയുർവേദ ഡിസ്പെൻസറി, വില്ലേജ്, പഞ്ചായത്ത്, KSEB, കൃഷി ഓഫീസ് എന്നീ സർക്കാർ സ്ഥാപനങ്ങളും പഞ്ചായത്ത് ഓഡിറ്റോറിയവും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടേക്ക് പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തുകളിലെയും നിരവധി പേരാണ് വിവിധ ആവശ്യങ്ങൾക്കായി ദിനംപ്രതി സിവിൽ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. കോഫി ഹൗസ്, ശുചിമുറി, വിശ്രമസ്ഥലം എന്നീ സൗകര്യങ്ങളടങ്ങിയ കെട്ടിടം തുറക്കാതിരിക്കുന്നത് ഗ്രാമവാസികളോടുള്ള തികഞ്ഞ അനാസ്ഥയാണെന്നാണ് ആക്ഷേപം. സ്ത്രീകളും കുട്ടികളുമടക്കം ഇവർക്കെല്ലാം പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വഴിയിട വിശ്രമ കേന്ദ്രം വളരെ വേഗം തുറക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദിനംപ്രതി പല ആവശ്യങ്ങൾക്കായി നിരവധി പേർ എത്തുന്ന പൊതു ഇടത്തെ കാര്യം ഇത്രയും ശോചനീയമാകുന്നത് അധികാരികളുടെ പിടിപ്പുകേടുകൊണ്ട് തന്നെയാണെന്ന് നിസ്സംശയം പറയാം. ഉദ്ഘാടനം നടത്തിയതുകൊണ്ട് മാത്രം സാധാരണക്കാർക്ക് പ്രയോജനമാകുമോ? സൗകര്യങ്ങൾ ഉണ്ടായിട്ട് തുറന്നു കൊടുക്കാത്തതിന്റെ കാരണമാണ് അറിയേണ്ടത്. 1-2 മാസമല്ല, ഉദ്ഘാടനം കഴിഞ്ഞ് 1 കൊല്ലം പിന്നിട്ടിട്ടും നോക്കുകുത്തിയായി കെട്ടിടം നശിപ്പിക്കരുത്. എത്രയും വേഗം ഉപയോഗപ്രദമാക്കിയേ പറ്റൂ. മാലിന്യം എപ്പോഴും തലവേദനയാണ്. മാലിന്യമുക്തമാക്കാനുള്ള പദ്ധതികൾ നിരവധിയുണ്ടെങ്കിലും പലപ്പോഴും ഇത്തരം പ്രവൃത്തികളിൽ കാണിക്കുന്ന അലംഭാവമാണ് നിരത്തുകൾ വൃത്തിഹീനമാകുന്നതിന് കാരണം. അത് സ്ഥിര കാഴ്ചയുമാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വേറെയും. ഇക്കാര്യത്തിന് പരിഹാരമായിട്ടുള്ള ആശയം ആവിഷ്കരിച്ചിരിക്കുകയാണ് 2 പെൺകുട്ടികൾ. എന്താണെന്ന് നോക്കാം. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സ്കൂളിന് അഭിമാനമായി മഹിമയും കൃഷ്ണാഞ്ജലിയും. ഭക്ഷണാവശിഷ്ടങ്ങളിൽ നിന്നും പെൻസിൽ എന്ന ആശയം പ്രാവർത്തികമാക്കി അന്താരാഷ്ട്ര നിലവാരത്തിൽ ശ്രദ്ധേയരായിരിക്കുകയാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ മിടുക്കികൾ. വനനശീകരണം കുറയ്ക്കുക, വേസ്റ്റ് മാനേജ്മെന്റ് നിയന്ത്രിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് മഹിമയും കൃഷ്ണാഞ്ജലിയും ഭക്ഷണാവശിഷ്ടങ്ങളിൽ നിന്ന് പെൻസിൽ നിർമ്മിച്ചത്. ചേഞ്ച് മേക്കേഴ്സ് ഓഫ് ടുമാറോ എന്ന പരിപാടിയുടെ ഭാഗമായി ഷെൽ പെട്രോളിയം കമ്പനിയുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിൽ വെച്ച് നടന്ന നാഷണൽ ലെവൽ കാർണിവലിലാണ് ഇവരുടെ പ്രൊജക്ട് അന്താരാഷ്ട്ര തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. സ്മൈൽ ഫൗണ്ടേഷൻ സ്കൂളിൽ നടത്തിയ വർക്ക്ഷോപ്പിനിടയിലാണ്
കുട്ടികളുടെ അതിനൂതനമായ കണ്ടുപിടുത്തത്തിന്റെ അവതരണം നടന്നത്. ഇക്കോ പെൻസിൽ എന്ന പേരിൽ വിശദമായ സയൻസ് പ്രോജക്റ്റ് തയ്യാറാക്കി ജില്ലാ തലത്തിൽ അംഗീകാരം ലഭിച്ചതോടെ നേരിട്ട് ദേശീയ തലത്തിലേക്ക് അവതരണത്തിന് അനുമതി ലഭിക്കുകയായിരുന്നു. കേരളത്തിൽ നിന്ന് ഇതുൾപ്പെടെ 3 പ്രോജക്റ്റുകളാണ് ദേശീയ തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. പ്രോജക്റ്റിന്റെ കാതലായ ആശയവും ദേശീയ തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് പ്രാപ്തമാക്കി. 4 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആയിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. അതിലൊന്ന് SDG 9 ഇൻഡസ്ട്രി ഇന്നോവേഷൻ ഇൻഫ്രാസ്ട്രക്ചർ, ഞങ്ങൾക്ക് ഇതൊരു കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റായി മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ SDG 12 റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ, റെസ്പോൺസിബിളി ഫുഡ് കൺസ്യൂം ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റാക്കി നമ്മൾ മാറ്റണം. SDG 13 ക്ലൈമാറ്റിക് ആക്ഷൻ, നമുക്കിപ്പോൾ ട്രീസ് കട്ട് ചെയ്ത് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും ക്ലൈമാറ്റിക് ചേഞ്ച് കുറയ്ക്കാൻ പറ്റും. SDG 15 ലൈഫ് ഓൺ ലാൻഡ്, നമ്മൾ ഈ ട്രീസ് കട്ട് ചെയ്ത് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ആനിമൽസിനും ബേർഡ്സിനും ഒക്കെ ഒരു യൂസ്ഫുൾ ആണ്. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ മഹിമ മനീഷും ഇ കൃഷ്ണാഞ്ജലിയും അധ്യാപകരുടെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത നൂതന കണ്ടുപിടുത്തത്തിനാണ് ഈ അംഗീകാരം ലഭിച്ചത്. കുന്നംകുളം പുതുശ്ശേരി മേഞ്ചേരി വീട്ടിൽ മനീഷ് പ്രിൻസി ദമ്പതികളുടെ മകളാണ് മഹിമ. കുന്നംകുളം കാണിപ്പയൂർ എരങ്കണ്ടത്ത് വീട്ടിൽ സുരേഷ് ജ്യോതിലക്ഷ്മി ദമ്പതികളുടെ മകളാണ് കൃഷ്ണാഞ്ജലി. So, and I thank my parents and the teachers in Language who are working hard so that we can reach better. കയ്യടി നേടാവുന്ന അഭിമാന നേട്ടം തന്നെയാണ് ഈ മിടുക്കികൾ സ്വന്തമാക്കിയിരിക്കുന്നത്. മാലിന്യത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതോടെ മാലിന്യം എന്ത് ചെയ്യുമെന്നുള്ളതിനും ഒരു പരിധിവരെ പരിഹാരമാകും. ഇനിയും ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ വളർന്നു വരുന്ന തലമുറയിലൂടെ പ്രാവർത്തികമാകട്ടെ. ഓരോ ദിനം കഴിയും തോറും ജലദൗർലഭ്യം രൂക്ഷമാവുകയാണ്. അതുകൊണ്ട് തന്നെ ജലാശയങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നിലനിൽപ്പിന്റെ കൂടി ഭാഗമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോഴും മെല്ലെപ്പോക്ക് നയമാണ് പലയിടത്തും. എത്രയോ പേർക്ക് ഉപകാരപ്രദമാകുന്ന ജലസംഭരണികളാണ് മാലിന്യം നിറഞ്ഞ് നശിക്കുന്നത്. ഒടുവിൽ പൊതുജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങിയപ്പോൾ അധികാരികളും പിന്തുണയായി എത്തി ഒരു ജലാശയം പുനരുജ്ജീവിപ്പിക്കാൻ. എലിയങ്ങാട്ടിച്ചിറയ്ക്ക് പുതുജീവൻ നൽകാൻ കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ മുന്നിട്ടിറങ്ങി. ഒപ്പം നാട്ടുകാരും പഞ്ചായത്തും കൈകോർത്തതോടെ ചിറയ്ക്ക് ശാപമോക്ഷമാവുകയാണ്. ത്രിതല പഞ്ചായത്തുകളിൽ നിന്ന് കിട്ടാവുന്ന ഫണ്ട് ഉപയോഗിച്ച് നാടിന് ഉപയോഗപ്രദമായ രീതിയിൽ നവീകരണം നടത്തുമെന്ന് പുനേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ വ്യക്തമാക്കി. 2 നൂറ്റാണ്ടിൽ കൂടുതൽ പഴക്കവും കൊച്ചി രാജകുടുംബത്തിന്റെ ശേഷിപ്പും ഒരു നാടിന്റെ ജീവനാഡിയുമായ എലിയങ്ങാട്ടിച്ചിറയ്ക്ക് പുതുജീവൻ നൽകാനാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തും സംയുക്തമായി മുന്നിട്ടിറങ്ങിയത്. പുനേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് EK നിഷാർ അധ്യക്ഷത വഹിച്ചു. 10-11 വാർഡുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നവീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. വെള്ളം കാണാത്ത രീതിയിൽ മൂടിക്കിടക്കുന്ന പായലുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. ആഘാരത്തിൽ അത്ഭുതം കൂറുന്ന എടുപ്പോടെ ഒട്ടേറെ വിശേഷണങ്ങളോടെ നിലകൊള്ളുന്ന ഒന്നാണ് എലിയങ്ങാട്ടിച്ചിറ. 1 ഏക്കർ 42 സെന്റിൽ നിലകൊള്ളുന്ന എലിയങ്ങാട്ടിച്ചിറ പഴക്കത്തിന്റെയും പ്രതാപത്തിന്റെയും ജനോപകാരത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുമ്പോഴും ഇത്രയും വലിയ ജലസംഭരണി ഉപയോഗശൂന്യമായി കിടക്കുന്നത് പ്രകൃതി സ്നേഹികൾക്ക് തീരാവേദനയായിരുന്നു. നിറയെ വെള്ളമുണ്ടെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും കാണാനാകാത്ത രീതിയിലായിരുന്നു പായൽ നിറഞ്ഞു കിടന്നിരുന്നത്. ഇതിന് പരിഹാരമുണ്ടാക്കാനുള്ള നടപടികളാണ് നിലവിൽ നടക്കുന്നത്. ഈ ചിറ ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണ്. ഒരു പ്രദേശത്തുകാർക്ക് മുഴുവൻ ആശ്രയമാകുന്ന ജലസംഭരണി പലപ്പോഴും ഉപയോഗയോഗ്യമാക്കിയാലും തുടർ പ്രവർത്തനങ്ങൾ നടത്താതെ വീണ്ടും പഴയപടിയാകുന്ന കാഴ്ചകളും നമ്മുടെ ചുറ്റുവട്ടത്ത് കുറവല്ല. അങ്ങനെയാകരുത്. കേവലം ദിവസങ്ങളോ മാസങ്ങളോ മാത്രം വൃത്തിയായി കിടക്കാൻ വേണ്ടിയല്ല ജലസംഭരണികൾ പുനരുജ്ജീവിപ്പിക്കേണ്ടത്. കാലാകാലത്തോളം ഉപയോഗയോഗ്യമായി തന്നെ നിലനിൽക്കണം. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.